വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണത്തെ IPL-ൽ മികവുറ്റ പ്രകടനം കാഴ്ചവെച്ചിട്ടും പലരും ശ്രദ്ധിക്കാതെ പോയ, അതല്ലെങ്കിൽ പലരും ചർച്ച ചെയ്യപ്പെടാതെ പോയൊരു താരമുണ്ട്. മറ്റാരുമല്ല, പേസ് ബൗളിങ്ങിലെ ഇതിഹാസം ഭുവനേഷ് കുമാർ തന്നെയാണത്. ഒട്ടനവധി റെക്കോർഡുകളാണ് ഇത്തവണ ഭുവനേഷ് കുമാർ നേടിയെടുത്തത്. ആദ്യമായി IPL-ൽ 200 വിക്കറ്റ് പൂർത്തിയാക്കുന്ന പേസ് ബൗളർ എന്ന റെക്കോർഡ് സ്വന്തം പേരിൽ കുറിച്ചുകൊണ്ടാണ് ഈ സീസണിൽ നിന്ന് അയാൾ വിടവാങ്ങുന്നത്. 4 തവണ തുടർച്ചയായിക്കൊണ്ട് 20+ വിക്കറ്റുകൾ നേടിക്കൊണ്ട് അവിടെയും ചരിത്രം സൃഷ്ടിക്കുന്നു. പവർ പ്ലേകളിൽ കൃത്യമായ ബൗളിങ്ങിലൂടെ ടീമിനു വേണ്ടി മികവുറ്റ പ്രകടനം കാഴ്ചവെക്കുന്നു. സൂര്യവംശിക്ക് മുന്നിൽ മാത്രമാണ് അയാൾ 2 ഓവറിൽ 26 റൺസ് വഴങ്ങിക്കൊണ്ട് തലകുനിക്കേണ്ടി വന്നത്. പക്ഷേ അതേ സൂര്യവംശിയെ ഈ IPL-ൽ പുറത്താക്കാനും ഭുവനേഷ് കുമാറിന് സാധിച്ചിട്ടുണ്ട്. തനിക്കെതിരെ തകർത്താടിയ സൂര്യവംശിയുടെ പ്രകടനത്തെക്കുറിച്ച് ഭുവനേഷ് കുമാറിനോട് ചോദിക്കപ്പെട്ടപ്പോൾ അതിനുള്ള മറുപടി പ്രകാരമായിരുന്നു. അവന് പ്രായം 15 ആണെങ്കിലും അതിനേക്കാൾ പക്വതയോടെയാണ് അവൻ കളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലൊരുത്തൻ അത്ര മികവുറ്റൊരു പ്രകടനം കാഴ്ചവെക്കുമ്പോൾ നമുക്കവിടെ ഒന്നും ചെയ്യാനില്ല, ആ കഴിവിനെ അംഗീകരിച്ച് മതിയാകൂ എന്നാണ് തനിക്കെതിരെ മികവുറ്റ ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച സൂര്യവംശിയെക്കുറിച്ച് പോലും ഭുവനേഷ് കുമാർ പറഞ്ഞു വെച്ചത്. അതെ, കരുത്തുറ്റ പ്രകടനം കാഴ്ചവെക്കുമ്പോൾ എതിരാളികളാണെങ്കിൽ പോലും യാതൊരു മടിയും കൂടാതെ അംഗീകരിക്കാനും അതിനെ അഭിനന്ദിക്കാനും മടിക്കുന്ന ഒരാളല്ല ഭുവനേഷ് കുമാർ. ഒരു വിക്കറ്റിനാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന താരമെന്ന ബഹുമതി നഷ്ടപ്പെടുന്നത്. 29 വിക്കറ്റുകൾ നേടിയ റബാദയും 28 വിക്കറ്റുകൾ നേടിയ ഭുവനേഷ് കുമാറും തന്നെയായിരുന്നു വിക്കറ്റ് വേട്ടയിൽ മത്സരമുണ്ടായിരുന്നത്. എന്നാൽ ഒരു മത്സരം അധികം ലഭിച്ച റബാദ 1 വിക്കറ്റ് അധികം നേടിക്കൊണ്ട് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേട്ടത്തിനുടമയായി. എങ്കിൽ പോലും എക്കണോമി പരിശോധിക്കുമ്പോൾ മികച്ച എക്കണോമിക് ബൗളിങ്ങിൽ ഇടം നേടിയ ആദ്യ 15-ൽ പോലും റബാദ ഇല്ല എന്നുള്ളതാണ് വസ്തുത. എക്കണോമിയിൽ ഭുവനേഷ് കുമാർ 3-ാം സ്ഥാനത്തുണ്ട് താനും. 16 മത്സരങ്ങളിൽ നിന്ന് ഭുവനേഷ് കുമാർ നേടിയ വിക്കറ്റുകൾ 28, 17 മത്സരങ്ങളിൽ നിന്ന് റബാദ നേടിയത് 29 വിക്കറ്റുകളും. 378 പന്തുകൾ എറിഞ്ഞ ഭുവനേഷ് കുമാർ, അതായത് 63 ഓവറുകൾ എറിഞ്ഞ ഭുവനേഷ് കുമാർ വഴങ്ങിയത് 501 റൺസ് മാത്രമാണ്. എക്കണോമി 8-നും താഴെയാണ്. എന്നാൽ 64.4 ഓവറുകൾ, അതായത് 388 ബോളുകൾ പന്തെറിഞ്ഞ റബാദ വിട്ടുകൊടുത്തത് 626 റൺസാണ്. ഭുവനേഷ് കുമാർ എറിഞ്ഞതിനേക്കാൾ വെറും 10 ബോളുകളാണ് റബാദ അധികം എറിഞ്ഞിട്ടുള്ളത്. ഭുവനേഷ് കുമാർ വിട്ടുകൊടുത്തതിനേക്കാൾ 125 റൺസാണ് ഈ 10 ബോളുകളുടെ വ്യത്യാസത്തിൽ റബാദ വിട്ടുകൊടുത്തിട്ടുള്ളത്. ഫൈനലിൽ പോലും മികവുറ്റൊരു പ്രകടനമാണ് ഭുവനേഷ് കുമാർ കാഴ്ചവെച്ചത്. 4 ഓവറിൽ വെറും 29 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റുകളാണ് ഫൈനലിൽ നേടിയെടുത്തത്, 7.20 എന്ന എക്കണോമിയിൽ. എന്നാൽ ഫൈനലിൽ ഗുജറാത്തിന് വേണ്ടി ബാംഗ്ലൂരിനെതിരെ റബാദ പന്തെറിഞ്ഞപ്പോൾ വെറും 3 ഓവറിൽ 44 റൺസാണ് വഴങ്ങിയത്, 1 വിക്കറ്റ് മാത്രമാണ് നേടിയെടുത്തത്. എക്കണോമി പറയുകയാണെങ്കിൽ 14.70 എന്നതായിരുന്നു. ആ 2 ബൗളർമാർ തമ്മിൽ എക്കണോമി സൂചിപ്പിക്കും പോലെ തന്നെ അത്ര അന്തരമുണ്ടായിരുന്നു. പക്ഷേ 1 വിക്കറ്റിനാണ് ഭുവനേഷ് കുമാറിന് പർപ്പിൾ ക്യാപ്പ് നഷ്ടമാകുന്നത്. അതിനെക്കുറിച്ച് ഭുവനേഷ് കുമാറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഈ പ്രായത്തിലും 28 വിക്കറ്റ് നേടാൻ കഴിഞ്ഞു എന്നത് വലിയ കാര്യമാണ്. ആ 1 വിക്കറ്റ് നഷ്ടത്തെക്കുറിച്ച്, അതല്ലെങ്കിൽ പർപ്പിൾ ക്യാപ്പ് നഷ്ടത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ കാഴ്ചവെച്ച പ്രകടനത്തെക്കുറിച്ച് അഭിമാനിക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊരു യുവാവല്ലല്ലോ എന്നാണ് ഭുവനേഷ് കുമാർ അതിന് മറുപടിയായി പറഞ്ഞത്. സഞ്ജു സാംസന്റെ കാര്യം പറഞ്ഞതുപോലൊക്കെ തന്നെ പലപ്പോഴും അർഹതപ്പെട്ട അംഗീകാരം ലഭിക്കാതെ പോയ താരം കൂടിയാണ് ഭുവനേഷ് കുമാർ. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഏകദിന ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ പരിഗണിക്കപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അവിടെയും അതുണ്ടായില്ല. അവിടെ ഗുജറാത്ത് ടൈറ്റൻസിന്റെ താരങ്ങളെ തിരികെ കയറ്റാനുള്ള ശ്രമത്തിലായിരുന്നു ഇന്ത്യൻ ടീം സെലക്ഷന്റെ ഭാരവാഹികൾ. അതിലും അയാൾ നിരാശപ്പെടുന്നില്ല. ഭുവനേഷ് കുമാറിനെതിരെയുള്ള അവഗണനയ്ക്കെതിരെ വീരേന്ദ്ര സെവാഗ് പോലും തുറന്നടിച്ചു. പ്രായമല്ല നിങ്ങൾ കണക്കിലെടുക്കേണ്ടത്, പ്രകടനമാണ്, പെർഫോമൻസ് ആണ്. അങ്ങനെയെങ്കിൽ ആദ്യം സെലക്ട് ചെയ്യപ്പെടേണ്ടത് ഭുവനേഷ് കുമാർ ആയിരുന്നു എന്നുള്ളതുമാണ് സെവാഗിന്റെ പ്രതികരണം വന്നത്. അത്തരം അനീതികൾ ഉണ്ടാവുമ്പോഴും അതെല്ലാം മറന്നു കളഞ്ഞുകൊണ്ട് മികവുറ്റ പ്രകടനവുമായി ഭുവനേഷ് കുമാർ പ്രായം തളർത്താത്ത പോരാളിയായി പടവെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇനിയും അത്യുജ്വല പ്രകടനങ്ങൾ ഭുവനേഷ് കുമാറിൽ നിന്ന് നമുക്ക് കാണാൻ സാധ്യമാവട്ടെ എന്നാശംസിക്കുന്നു, എന്നാഗ്രഹിക്കുന്നു. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.